ക്രിപ്റ്റോ മില്യനെയർ ആവുക വിൻഫോൾ ഗെയിൻസ് ഉപയോഗിച്ചിട്ട്. വിൻഫോൾ ഗെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും തുച്ഛമായ എഫേർട്ട് അല്ലെങ്കിൽ മിനിമൽ എഫേർട്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ ഒരു എഫേർട്ട് എടുക്കാണ്ട് കിട്ടുന്ന റിട്ടേൺ, അതിനൊക്കെയാണ് വിൻഫോൾ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ. ഈ വിൻഫോൾ ഗെയിൻസിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ കണ്ടെത്തിയതാണ് സൗദി അറേബ്യയിൽ. ഈ ഓയിൽ കണ്ടെത്തിയപ്പോൾ ആ ഓയിൽ കണ്ടെത്തപ്പെട്ട രാഷ്ട്രങ്ങൾ ഭയങ്കര രീതിയിൽ കുതിച്ചു കയറി. അവർ വെൽത്തി നേഷൻസ് ആയി അല്ലെങ്കിൽ വെൽത്തി രാജ്യങ്ങളായി. അപ്പോൾ ഈ ഓയിൽ കണ്ടെത്തിയവർ വെൽത്തി ആയോ എന്നുള്ള ചോദ്യം. ആ ഓയിൽ കണ്ടെത്തിയ ഒരു ജിയോളജിസ്റ്റാണ്, അവർക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ ആ ജിയോളജിസ്റ്റുകൾക്ക്. അതിന്റെ പിന്നിൽ കമ്പനികൾ പിന്നെയും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവിടുത്തെ രാജാക്കന്മാരും അവർ വളരെയധികം നേട്ടം ഉണ്ടാക്കി. വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് വെൽത്ത് അവർക്ക് കിട്ടി. അവരാകെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു എക്സ്പെഡിഷൻ, ഒരു ഓയിൽ എക്സ്പ്ലോറേഷൻ എക്സ്പെഡിഷൻ ഒരു സൈൻ വെച്ച് കൊടുത്തു മാത്രം. കണ്ടെത്തിയത് ഒരു അമേരിക്കൻ കമ്പനിയാണ് നമ്മൾ മനസ്സിലാക്കണം. അതിലത്തെ ഒരു ചീഫ് ജിയോളജിസ്റ്റ് മാക്സ് സ്റ്റെയിൻബക്കാണ് അത് കണ്ടെത്തിയത് നമ്മൾ മനസ്സിലാക്കണം. അയാളുടെ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടാണ് അത് കണ്ടെത്തിയത്. അപ്പൊ ഈ രാജാവിനെ സംബന്ധിച്ച് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ കണ്ടെത്തിയപ്പോഴോ ബെനിഫിറ്റ് കിട്ടിയത് മുന്നേ രാജാവിന്. അതാണ് വിൻഫോൾ ഗെയിൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിൻഫോൾ ഗെയിൻസ് കിട്ടിയാൽ മതി ജീവിതം മാറാൻ. പക്ഷെ ക്രിപ്റ്റോയിൽ ഇപ്പൊ നിലവിൽ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിൻഫോൾ എറ എന്നാ പറയുക. വിൻഫോൾ എറ എന്ന് വെച്ചാൽ ക്രിപ്റ്റോ മെയിൻ സ്ട്രീം ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു നല്ല യൂട്ടിലിറ്റി ടോക്കണിൽ എന്ത് ഒരു തുച്ഛമായ എഫേർട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും ഇപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു തുക കിട്ടുമെങ്കിൽ നല്ല വിശ്വാസം. ഇപ്പോൾ $1000 കിട്ടണമെങ്കിൽ $100K കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ എമൗണ്ട് അല്ല. $1000 കിട്ടി ഒരു 2 വർഷത്തിനുള്ള 100K ആവുന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, രാജാവല്ല നിങ്ങൾ. ഈ ലോകത്ത് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സ്ട്രക്ചറൽ ഇൻഇക്വാളിറ്റിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് സ്ട്രക്ചറൽ ഇൻഇക്വാളിറ്റിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലുള്ളവനെ വളരെ ബുദ്ധിമുട്ടാണ് മുകളിലേക്ക് കയറാൻ. മീൻസ് അത് സ്ഥലങ്ങളനുസരിച്ചിരിക്കും, രാഷ്ട്രങ്ങളനുസരിച്ചിരിക്കും. നിങ്ങളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും മുകളിലേക്ക് കയറി വരാൻ. നിങ്ങൾ പൂറാണ് ആരായാലും ശരി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളുടെ കാശ് എന്ന് പറഞ്ഞാൽ തുച്ഛമായ കാശ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് നോക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട്. പക്ഷെ എന്നാലും ശരി നിങ്ങൾ ഇപ്പോൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല പ്രൊജക്റ്റ് അതാണ് യൂട്ടിലിറ്റി ബേസ്ഡ് പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഭാവിയിൽ ഒരു 5x അല്ലെങ്കിൽ 10x അല്ലെങ്കിൽ 50x അല്ലെങ്കിൽ 100x കിട്ടിയായിരിക്കാം. ഈസി മാർക്കറ്റ് വലുതാവും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രാജാവിനെ സംബന്ധിച്ച് അത് സേഫാണ്. ആൾക്കല്ലാണ്ട് ബേസിക്കലി ആൾ സേഫ് സോണിൽ നിൽക്കണം. ആൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ഒരു ജിയോളജിസ്റ്റ് അറിയുന്ന അറിവൊന്നും ആൾക്കുണ്ടാവില്ല. ആൾക്കല്ലാണ്ട് ബേസിക്കലി ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് അറിയില്ലാണ്ട് ആൾക്ക് വേണമെങ്കിൽ തുച്ഛമായ എമൗണ്ടുകൾ ആൾക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നാലും ആൾക്ക് സീനില്ല. ആൾക്ക് അത്രയും കാശ് ഇൻ റിലേഷൻ ടു ഹിസ് വെൽത്ത് ആൾ ഭയങ്കര കോടീശ്വരനാണ് ബേസിക്കലി. പക്ഷെ അത് നിങ്ങളല്ല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കും, ലോവർ മിഡിൽ ക്ലാസ് ആയിരിക്കും, വേണമെങ്കിൽ ഒരു മാക്സിമം ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കും നമുക്ക് പറയാം. നമ്മുടെ അത്ര രാജാവിനെ സംബന്ധിച്ച് ഇൻ റിലേഷൻ ടു ദ കിങ് അത്ര കാശ് തന്നെയാണ്. കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്രയധികം ആൾക്കാരാണ്. എന്ന് വെച്ചാൽ കിങ് എപ്പോഴും സേഫ് സോണിൽ നിൽക്കുന്നത്, മറ്റോ സുഖങ്ങളൊക്കെ നേരിടുന്നത് കിങ്. മനസ്സിലായി? അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കിങ്ങിനെ സംബന്ധിച്ച് എപ്പോഴും ലോ റിസ്ക് ആണ്, ഹൈ റിവാർഡ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെസ് ഗെയിം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലത്തെ പടയാളികൾ അല്ലെങ്കിൽ പ്യൂണ് പയനിയേഴ്സ് അവർക്ക് എപ്പോഴും അൺസർട്ടൺ. അവർ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി അവർ അൺസർട്ടനിറ്റിക്ക് പോകണം, അൺചാർട്ടഡ് ടെറൈനിലേക്ക് പോകണം. എന്നിട്ട് ആ ചിലപ്പോൾ ചത്തുപോയി വരും പോണ വഴിക്ക്. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഉറപ്പില്ല റെമ്യൂണറേഷൻ കിട്ടും. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചതിക്കപ്പെടും, എന്തു പോകാം. പക്ഷെ കിങ്ങിനെ സംബന്ധിച്ച് ഒരു പടയാളി പോയാലും ഒരു പയനിയർ പോയാലും കുഴപ്പമില്ല, വേറെ കുറേ നടക്കുന്നുണ്ട്. ടോട്ടൽ ഓവറോൾ ആ ഗെയിം ജയിച്ചാൽ മതി എന്നുള്ളൂ കിങ്ങിനെ. എല്ലാവരും പോയാലും ഒരാൾ മറ്റേ കിങ്ങിനെ കൊന്നാൽ കഴിഞ്ഞു. നമ്മുടെ ആണല്ല അത്. പിന്നെ അവിടെ എംബറായി ആൾക്ക് 2 കിങ്ഡം ആൾക്കുണ്ട്. കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും മീൻസ് ആളുടെ പടയാളികളൊക്കെ പോയാലും ശരി ആൾക്ക് ഒരു എംബറായിരുന്നു. ഒരു വീണ്ടും ആൾ സുഖജീവൻ ജീവിക്കുകയാണ്. ആളെ സംബന്ധിച്ച് വീണ്ടും ആൾക്ക് വെറുതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാശ് കിട്ടിക്കൊണ്ടിരിക്കുക. അതല്ല ഒരു പയനിയർ ചെയ്യുന്നത്. പയനിയറിന് ഒന്നും ഉണ്ടാവില്ല. പയനിയറിനെ സംബന്ധിച്ച് കാശില്ല, പക്ഷെ അവന് കണ്ടമാനം ടെക്നിക്കൽ നോളജ് ഉണ്ടോ. ഇപ്പോൾ ഒരു ജിയോളജിസ്റ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൾക്ക് കണ്ടമാനം ടെക്നിക്കൽ നോളജ് ഉണ്ടോ ആളുടെ വിഷയത്തിനെ കുറിച്ച്. പ്രത്യേകിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗതികെട്ട വിഷയമാണ്. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെടുന്ന ഒരു വിഷയമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല ജിയോളജിസ്റ്റിനെ ഉള്ള കാര്യം പറയാം. ഒരു മനുഷ്യക്കുട്ടി ഉണ്ടാവില്ല ആ സബ്ജക്റ്റ് പഠിക്കുന്ന ആൾക്കാരെ നോക്കാൻ. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കെയർ ഇല്ല. പിന്നെ നമ്മുടെ കേരളത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ലോകത്തിന്റെ സ്റ്റാറ്റസ് എടുത്തൊക്കെ ഒരു പെണ്ണ് പോലും നോക്കാത്തൊരു വിഷയമാണ് ജിയോളജിസ്റ്റ്. ഉള്ള കാര്യം പറയല്ല. പിന്നെ നിങ്ങൾ ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ കുറേ നോക്കാം, അത് പോപ്പുലറാണ് കുറച്ചും കൂടി. ജിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഹൈ ടെക്നിക്കൽ ഫീൽഡിലൊന്നും പെണ്ണ് നോക്കില്ല, കാശില്ലെങ്കിൽ കാര്യം പോക്കാണ്, കാശൊന്നും കിട്ടില്ല. അതിൽ പോകുന്ന ആൾക്കാരൊക്കെ പൊതുവെ ആ വിഷയത്തിനോട് ഇഷ്ടം ഉള്ള ആൾക്കാരായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അവർ അത് പഠിക്കുന്നത്. ഞാൻ വിശ്വസിക്കും. മീൻസ് അങ്ങനെയാണ് പഠിക്കാൻ പറ്റുള്ളൂ. മീൻസ് അത് ഭയങ്കര ഡേഞ്ചറസുമാണ്. മീൻസ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാം ജിയോളജിസ്റ്റിന്. പിന്നെ അവർ കണ്ടമാനം ഡിസ്കവറി ടെക്നിക്സുകൾ പഠിക്കാം, മീൻസ് ഓയിൽ കണ്ടെത്താനുള്ള ടെക്നിക്സുകൾ. അപ്പോൾ ഇത് എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ടും കണ്ടമാനം വേദന എടുക്കേണ്ടി വരും. എന്നിട്ടൊന്നും കിട്ടാനും പ്രതീക്ഷിക്കണ്ട. അവസാനത്തെ ദിവസം
കിട്ടുന്ന വെച്ചാൽ നിങ്ങളുടെ മാനസികമായ ഇതാണ്, സന്തോഷം മാത്രമേ കിട്ടും. അത്ര ഉള്ള കാര്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിയോളജിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ മെക്കാനിക്കലായാലും ശരി ഡിമാൻഡ് ഇല്ലാത്ത സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ മെക്കാനിക്കൽ ഡിമാൻഡ് ഉണ്ട്, എന്നാലും അതൊക്കെ ഭയങ്കര ഹൈ ടെക്നിക്കൽ സബ്ജക്റ്റുകളാണ്. അതിലൊന്നും ആരും സമൂഹത്തിന്റെ അക്സെപ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള അത് പഠിക്കുന്ന ആൾക്കാർ ഈവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരെ നമ്മൾ പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഉദ്ദേശിച്ചിട്ടില്ല. മീൻസ് കാല കാശ് കിട്ടും, അതിന്റെ പേര് ചിലപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും വളരെ സുഖിപ്പിച്ച് നിർത്തുന്ന ആൾക്കാരേക്കായിരിക്കും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മനസ്സിലായോ? രാജാവിനെല്ലാം കിട്ടി. ഈ ജിയോളജിസ്റ്റ് മരിച്ചാൽ ഇപ്പൊ വലിയ സീനൊന്നുമില്ല രാജാവിന്. ബേസിക്കലി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ജിയോളജിസ്റ്റിനെ വെക്കാം. മീൻസ് വേറെ ജിയോളജിസ്റ്റിനെ വെക്കാനൊന്നും അത്ര പെട്ടെന്ന് പറ്റുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേക വ്യക്തിനെ മാറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, മീൻസ് റിപ്ലേസബിൾ ആണെന്നുള്ള ചോദ്യം ചിലപ്പോൾ. പക്ഷെ രാജാവ് അത് ചിന്തിക്കണമല്ലോ. രാജാവിനൊന്നും അറിയില്ല. പക്ഷെ ആള് കോടീശ്വരനാണ്, ആള് മെഗാ കോടീശ്വരനാണ്, ആള് ട്രില്യനെയറാണ്. അത് ഞാൻ പറഞ്ഞതിനകത്തുള്ളൂ. പിന്നെ നിങ്ങൾ പറയും രാജാവായ ബുദ്ധിമാനാണ്. നിങ്ങൾ പറഞ്ഞിരുന്നോടെ രാജാവിന്റെ ബുദ്ധിമാനാണ്. ആള് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കോടി ഉണ്ടാക്കിയത്. ആളൊരു ടാഗ് തരില്ല. ആൾ ആകെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പടയാളികൾ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഇയാൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നു. ആളെ വിശ്വസിക്കുന്നില്ല, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ല, അതുപോലെ ഇയാളെ വിശ്വസിക്കുന്നുണ്ട്. ഇയാൾ കുറച്ച് കാശൊക്കെ കൊടുക്കണ്ടോ, കുറച്ച് മെയിൻ്റെനൻസിന് വേണ്ടി ജനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതാണ് തുച്ഛമായ കാശൊക്കെ കൊടുക്കണ്ടോ ഹാപ്പി ആക്കി നിർത്താൻ. അത്ര ഉള്ളു നടക്കുന്നത് ബേസിക്കലി. കിട്ടുന്ന റിട്ടേൺസ് സുഖങ്ങൾ കണ്ടമാനാണ്. അത് ജിയോളജിസ്റ്റിന് കിട്ടില്ല, അല്ലെങ്കിൽ വേറെ മെക്കാനിക്കലിനോ സിവിലിനോ എന്തെങ്കിലും ആവട്ടെ. അവരൊക്കെ ഭയങ്കര ഹൈ എക്സ്പെർട്ടീസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് ബേസിക്കലി വേറെ ആൾക്കാരും സാധാരണ മനുഷ്യരും. അപ്പോൾ ഇവർ ഹൈലി എക്സ്പെർട്ടീസ് കാണില്ലേ, അവരുടെ എക്സ്പെർട്ടീസ് കാരണം അവർക്കൊന്നും കിട്ടില്ല. അവർക്ക് എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യണതും ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്ന ആളും ഒന്നല്ല ബേസിക്കലി. അത് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്ത് ചിലപ്പോൾ ജിയോളജിസ്റ്റ് ആയിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു കോപം ചെയ്യാത്ത ആളായിരിക്കും രാജാവ്. മനസ്സിലായി? അവനാണ് കോടിച്ചത് ബേസിക്കലി. അവന് പെണ്ണുണ്ട്, അവന് ഒരു പെണ്ണല്ല 1000 പെണ്ണുണ്ട്, പിന്നെ കുറെ കാശുണ്ട്. അതാണ് എന്റെ ബോധമുള്ളവരങ്ങനെ ചിന്തിക്കുക ബേസിക്കലി. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ മില്യണറിനിപ്പോ അതിന് എളുപ്പമാണ് ബേസിക്കലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻ സ്ട്രീമായി വരുമ്പോൾ hundreds of billions of dollars ഇരിക്കാൻ നീങ്ങും. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുച്ഛമായ കാശ് എടുത്തിട്ട് നമ്മൾ യൂട്ടിലിറ്റി ടോക്കണുകൾ കൊണ്ടിട്ടാണ്. യൂട്ടിലിറ്റി ടോക്കൺ കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക, യൂട്ടിലിറ്റി ടോക്കൺ കയറുന്നെങ്കിൽ കത്തി കയറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100x അടിക്കും, 500x. നമ്മുടെ കാശായിരിക്കും. നമുക്ക് അതൊക്കെ വെച്ച് ഡിവിഡൻഡോ നമ്മൾ ആ കാശ് എടുത്തിട്ട് നമ്മൾ സേഫ് ആസറ്റിലേക്ക് മാറ്റുന്നു, പിന്നെ നമ്മളത് വെച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. അതാണ് പ്ലാൻ. മനസ്സിലാക്കുക. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഹൈലി എക്സ്പെർട്ടീസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ. ഹൈ എക്സ്പെർട്ടീസ് ആയ കാര്യങ്ങൾ ചെയ്യണം. അത് നിശബ്ദതയിൽ ചെയ്യാനേ പറ്റുള്ളൂ. ആൾക്കാരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ആരും വരും വയ്ക്കില്ല. നിങ്ങൾ കാശുണ്ടെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കും ബേസിക്കലി. നിങ്ങളെ കാശുണ്ടെങ്കിൽ ബഹുമാനിക്കുന്ന അങ്ങനത്തെ ആൾക്കാരെ ബഹുമാനിക്കുള്ളൂ. കുറെ ഷെയ്ഡി പീപ്പിൾ, ഷെയ്ഡി ആൾക്കാരുണ്ട്, അവർ നിങ്ങളെ ബഹുമാനിക്കും. അതെ, കാര്യം പറയുന്നത് ആരും ബഹുമാനിക്കാൻ പോകില്ല നിങ്ങളെ ബേസിക്കലി. എന്തിനും ബഹുമാനിക്കും നിങ്ങളുടെ കാശുണ്ടെന്ന് വെച്ചിട്ട്. നിങ്ങൾ ചിലപ്പോൾ വല്ല ഉടായ്പ പറഞ്ഞിട്ടായിരിക്കും കാശുണ്ടാക്കിയിരിക്കുന്നത്. ഒരു പണി ചെയ്യാതെ കാശുണ്ടാക്കി രാജാവിന്റെ പോലെ പറഞ്ഞ മിത്തോളജികളൊക്കെ കെട്ടിടകളൊക്കെ വിട്ടിട്ട് അങ്ങനെ കാശുണ്ടാക്കിയ ആളായിരിക്കും നിങ്ങൾ. ഹിന്ദുത്വം പറഞ്ഞ കാശുണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ, പല കാര്യങ്ങളും പറഞ്ഞ കാശുണ്ടാക്കിയിട്ടുണ്ടോ. പക്ഷെ അതെന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യണം ഹ്യൂമാനിറ്റിക്ക് ഒന്നും ചെയ്യണമെന്നില്ല. ഇവര് ഹ്യൂമാനിറ്റിയുടെ പേര് പറയണം, പക്ഷെ ഇവരൊന്നും ചെയ്യണമെന്നില്ല ബേസിക്കലി. മറ്റുള്ളവർ ഹ്യൂമാനിറ്റിയുടെ പേരൊന്നും പറഞ്ഞു നടക്കണ്ടായിരുന്നു. പണിയുണ്ട് പറഞ്ഞിട്ടുണ്ടാവും. അയാൾക്ക് കുറച്ച് കാശ് കൊടുത്ത് ജീവിച്ചു പോകണ്ടേ. ക്രിപ്റ്റോ മില്യണർ ആണെങ്കിൽ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പാണ്, അത് പ്യുവർ മണിയാണ്. അതാണെങ്കിൽ നമ്മളിപ്പോൾ യൂട്ടിലിറ്റി ടോക്കൺസ് ഇൻവെസ്റ്റ്. ആ യൂട്ടിലിറ്റി ടോക്കൺസ് നമ്മുടെ ആകെ 5000 ഉള്ളൂ. നമ്മൾ സോഷ്യൽ മൊബിലിറ്റി കുറഞ്ഞ രാജ്യത്തിലാണ് ജനിച്ചോളം നന്നാക്കി. നമ്മൾ ഇന്ത്യയിലാണ്. അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി കൂടിയതാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് $5000 വീണ്ടും $5000 ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. പക്ഷെ നമ്മൾ സോഷ്യൽ മൊബിലിറ്റി കുറഞ്ഞ രാജ്യത്താണ് ജനിച്ചതെന്ന് വെച്ചാൽ വെക്കി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ $5000 ഭയങ്കര സേഫ് ആയിട്ടുള്ള ഭയങ്കര ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിൽ ഷോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർന്നു. ടോട്ടൽ അനൈലേഷൻ, ടോട്ടൽ ഡിസ്റപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ലോ റിസ്ക് ഹൈ റിവാർഡ് നോക്കുക ബേസിക്കലി. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ല, നമ്മൾ എത്ര പഠിച്ചു നോക്കിയിട്ട് എത്ര കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നഷ്ടമില്ല ബേസിക്കലി. പക്ഷെ നമ്മൾ ഇടുന്ന എമൗണ്ട് വളരെ തുച്ഛമായ എമൗണ്ട്. അപ്പോൾ നമ്മൾ തുച്ഛമായ എമൗണ്ട് എന്ന് പറഞ്ഞാൽ $1000 വലിയ എമൗണ്ട് ഒക്കെ ഇനി. പക്ഷെ നമ്മൾ $1000 നോക്കി 1000. എന്നാലും നമുക്ക് ഇന്റർലേഷൻ ഭയങ്കര സേഫാണ്. നമുക്ക് $200,000 നോക്കി നമ്മൾ സേഫ് ആയി. രാജാവിനെ സംബന്ധിച്ച് ആൾ ഭയങ്കര സേഫാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് തുച്ഛമായ എമൗണ്ട് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് കിട്ടുന്നത് $trillions ആണ്. എൻ്റെ ഒരു $1 million പോയാൽ ആൾക്ക് വലിയ വിഷയമല്ല. പക്ഷേ അയാളുടെ വെൽത്തിനെ സംബന്ധിച്ചാണ് ആളുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അയാൾക്ക് $1 trillion ആണെങ്കിൽ ആൾക്ക് $1 million പോയാൽ ഇപ്പോൾ വലിയ സീനില്ല. നിങ്ങൾക്ക് $5000 ആണെങ്കിൽ നിങ്ങൾക്ക് $5000 കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. $10,000 കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചുമ്മാ ലോട്ടറി പോലത്തെ കാശ് കിട്ടാൻ വെറുതെ ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ. കാരണം ഇതാണ് മെയിൻ സ്ട്രീം ആവുന്ന കാലഘട്ടം ക്രിപ്റ്റോ. അപ്പോൾ നിങ്ങൾ യൂട്ടിലിറ്റി ടോക്കൺസിൽ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ 64 വയസ്സിൽ മില്യണറാണ്. നിങ്ങൾ ആലോചിച്ചു നിങ്ങൾക്ക് 2 വർഷം കൊണ്ടാവാം നിങ്ങൾ പേഷ്യൻ്റ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ.
ജസ്റ്റ് ആലോചിച്ചു നോക്ക്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ യൂട്ടിലിറ്റി കാറ്റഗറിയിൽ കയറിയിട്ട് കുറച്ചൊരു $1000 $500 ഒരു നിങ്ങൾക്ക് കളയാൻ പറ്റുന്ന കുറച്ച് ഡോളേഴ്സ് ഇട്ട് വയ്ക്കുക. അത് മറക്കാൻ 2 വർഷം നിങ്ങൾ കുതിച്ച് കയറുന്നത് കാണാം. കുതിച്ച് കയറും എന്നിട്ട് ഞങ്ങൾക്ക് റിട്ടയർ ചെയ്യാം. ചിന്തിക്കേണ്ട ആവശ്യമില്ല ബേസിക്കലി കാര്യം. അത് ഞാൻ പറഞ്ഞു വരുന്നേ. നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ സ്ട്രക്ചറൽ ഇൻക്വാളിറ്റി ഉണ്ട്. സ്ട്രക്ചറൽ ഇൻക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ഹൈ റിവാർഡ് അല്ല, ലോ റിസ്ക് ഹൈ റിവാർഡുകളുണ്ട് ബേസിക്കലി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാവാം ബേസിക്കലി. ഹൈ റിസ്ക് എന്ന് പറഞ്ഞിട്ടാണ് ഹൈ അൺസർട്ടനിറ്റിയാണ്. എങ്ങനെ വേണമെങ്കിലും ആവാം. ലോ റിട്ടേൺസ് ആയിരിക്കും, മീഡിയം റിട്ടേൺസ് ആയിരിക്കും, ഹൈ റിട്ടേൺസ് ആയിരിക്കും. ലോ റിസ്ക് വരുമ്പോൾ ലോ അൺസർട്ടനിറ്റി ആകുമ്പോൾ നമുക്ക് ഹയർ റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ബേസിക്കലി. ലോ റിട്ടേൺസ് മാത്രമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതിന് വിൻഫോൾ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീഡിക്റ്റ് ചെയ്യാം. അതുകൊണ്ട് മക്കളെ നിങ്ങൾ പോയി ആ ക്രിപ്റ്റോ കറൻസിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ വെറുതെ ബീം കോയിൻസ് അല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് ഇൻവെസ്റ്റ് ചെയ്തോട്ടെ. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നറേറ്റീവ്സ് ആണ്. അടുത്ത നറേറ്റീവിൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഈ വീഡിയോ ഉണ്ടാകും. അപ്പോൾ ശരി.